ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജോസ്ന ജോസ്. ബെൽജിയം പ്രധാനമന്ത്രി അലക്സാണ്ടർ ഡിക്രൂയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ബ്രസൽസിൽ നടന്ന ആദ്യ ആണവോർജ്ജ ഉച്ചകോടിക്ക് വിജയകരമായി ആതിഥേയത്വം വഹിച്ചതിന് ബെൽജിയം പ്രധാനമന്ത്രിയെ ശ്രീ മോദി അഭിനന്ദിച്ചു. പശ്ചിമേഷ്യൻ മേഖലയിലും റഷ്യ യുക്രൈൻ സംഘർഷത്തിലും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് സഹകരണവും പിന്തുണയും വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇരു നേതാക്കളും തങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കി. ഫിലിപ്പീൻസിന്റെ ദേശീയ പരമാധികാരം നിലനിർത്താനുള്ള ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മനിലയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ദക്ഷിണ ചൈന കടലിൽ ചൈനയുമായുള്ള ഫിലിപ്പീൻസിന്റെ സമുദ്ര തർക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രസ്താവന. ആസിയാൻ രാജ്യങ്ങളുടെ ഐക്യത്തിന് ഇന്ത്യ ശക്തമായ പിന്തുണ നൽകുന്നുണ്ട്. മാറ്റങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ഉഭയകക്ഷി ബന്ധം അടുത്ത കാലത്ത് ഗണ്യമായി വളർന്നിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. ഏപ്രിൽ 19 നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. പത്രികയുടെ സൂക്ഷ്മ പരിശോധന മറ്റന്നാളാണ്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം 30 അതേസമയം ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലെ 4 മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മറ്റന്നാൾ വരെ സമയമുണ്ട്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളും നേതാക്കളും മണ്ഡലങ്ങളിൽ പ്രചാരണവുമായി സജീവമാണ്. മറ്റന്നാൾ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങുന്നതോടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങും. ഏപ്രിൽ 4 വരെ സംസ്ഥാനത്ത് പത്രിക സമർപ്പിക്കാം. നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന 5 നടക്കും. പത്രിക പിൻവലിക്കാൻ ഏപ്രിൽ 8 വരെ സമയമുണ്ട്. ഏപ്രിൽ 26 സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ഇന്ന് ചേളന്നൂർ SN കോളേജ്, ഖാദി കൈത്തറി കേന്ദ്രം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. LDF സ്ഥാനാർത്ഥി എളമരം കരീം ഇന്ന് എലത്തൂർ നിയമസഭാ മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പ്രചരണം നടത്തിയത്. കോഴിക്കോട് നഗരത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് NDA സ്ഥാനാർത്ഥി MT രമേശിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഇന്ന് ജനകീയ സത്യാഗ്രഹം നടന്നു. BJP ദേശീയ നിർവാഹക സമിതി അംഗം ചേറ്റൂർ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക മാർഗനിർദ്ദേശം നൽകി. വേനൽക്കാലത്ത് സാധാരണയേക്കാൾ ഉയർന്ന താപനിലയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. മാർച്ച് മുതൽ ജൂൺ വരെ ശക്തവും ദൈർഘ്യമേറിയതുമായ ഉഷ്ണതരംഗ സാഹചര്യങ്ങൾക്കും സാധ്യതയുണ്ട്. ചൂടിന്റെ ആഘാതം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം പകൽ സമയത്ത് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് 12 മുതൽ 3 മണിവരെ സൂര്യപ്രകാശം നേരിട്ടേൽക്കാതിരിക്കാനും ആവശ്യമായ അളവിൽ വെള്ളം കുടിക്കാനും പഴകിയ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ പോളിംഗ് സ്റ്റേഷനുകളിൽ കുടിവെള്ളം, തണൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഉറപ്പാക്കാൻ കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ EDയുടെ അറസ്റ്റും 6 ദിവസത്തെ റിമാൻഡും ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. നാളെ രാവിലെ ജസ്റ്റിസ് സ്വർണകാന്ത് ശർമ്മയാണ് കേസ് പരിഗണിക്കുന്നത്. മാർച്ച് 21 കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. വിചാരണ കോടതി അദ്ദേഹത്തെ മാർച്ച് 28 വരെ ED കസ്റ്റഡിയിൽ വിട്ടിരുന്നു. സർവകലാശാല പൊതുപ്രവേശന പരീക്ഷയായ ക്യുവറ്റ് UG പരീക്ഷയ്ക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള കാലപരിധി ഈ മാസം 31 വരെ നീട്ടി. വിദേശത്തെ 26 നഗരങ്ങളിൽ ഉൾപ്പെടെ 380 നഗരങ്ങളിലാണ് പ്രവേശന പരീക്ഷ. സംസ്ഥാനത്തെ 60 ബിൽഡിംഗ് സൈറ്റുകളിൽ സംസ്ഥാന വ്യാപകമായി തൊഴിൽ വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയെ തുടർന്ന് 300ഓളം നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തൊഴിൽ നിയമങ്ങൾ അനുശാസിക്കുന്ന സമയപരിധിക്കുള്ളിൽ നിയമലംഘനങ്ങൾ പരിഹരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം പ്രോസിക്യൂഷൻ അടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. വരും ദിവസങ്ങളിൽ പരിശോധന തുടരും. ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരം പുരോഗമിക്കുന്നു. ഗുവാഹട്ടിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ പകുതി പിന്നിടുമ്പോൾ എതിരില്ലാത്ത 1 ഗോളിന് ഇന്ത്യ മുന്നിലാണ്. നിലവിൽ ഗ്രൂപ്പ് എയിൽ 4 പോയിന്റുമായി 2ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരം ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഗുജറാത്ത് ചെന്നൈയെ ബാറ്റിംഗിന് അയച്ചു. 12 ഓവർ പിന്നിടുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ 127 റൺസ് എടുത്തിട്ടുണ്ട്. ഈസ്റ്റർ, റംസാൻ, വിഷു ചന്തകൾ കേരളത്തിൽ മറ്റന്നാൾ മുതൽ ആരംഭിക്കും. ഇത്തവണ ഓരോ താലൂക്കിലും ചന്തയുണ്ടാകും. ഏപ്രിൽ 13 വരെ ചന്ത പ്രവർത്തിക്കും. 13 സബ്സിഡി സാധനങ്ങളും ഇവയിലൂടെ ലഭ്യമാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.